വിപണി കുതിക്കാൻ സാധ്യത. ഇന്ത്യ പാക് സംഘർഷം നീങ്ങിയതിൽ ആശ്വാസം. യു.എസ്. ചൈന ധാരണ വ്യാപാരയുദ്ധത്തിന് അന്ത്യം കുറിക്കും. സ്വർണം ഇടിയുന്നു. വിപണി കുതിക്കാൻ സാധ്യത. ഇന്ത്യ പാക് സംഘർഷം നീങ്ങിയതിൽ ആശ്വാസം. യു.എസ്. ചൈന ധാരണ വ്യാപാരയുദ്ധത്തിന് അന്ത്യം കുറിക്കും. സ്വർണം ഇടിയുന്നു. ക്രൂഡ് ഓയിൽ കയറുന്നു. നിഫ്റ്റിക്ക് ഇന്ന് 23,890 വരെ പിന്തുണ. 24,180 പ്രതിരോധം. ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലും വ്യാപാരകാര്യത്തിൽ യു.എസ്. ചൈന ധാരണയും ഇന്നു വിപണിയെ വലിയ കുതിപ്പിലേക്കു നയിക്കും. യു.എസ്. ഫ്യൂച്ചേഴ്സ് 1% കയറി. സ്വർണ്ണവില ഇടിഞ്ഞു. ക്രൂഡ് ഓയിൽ വില ഉയർന്ന നിലയിൽ തുടരുന്നു. ഇന്ത്യ പാക് യുദ്ധവിരാമ സന്ധി ഉണ്ടായിട്ടില്ല. ഓപ്പറേഷൻ സിന്ദൂർ തുടരുകയാണെന്ന് ഇന്ത്യൻ സേന പറഞ്ഞിട്ടുമുണ്ട്. എങ്കിലും ഞായർ മുഴുവൻ സംഭവരഹിതമായി കടന്നുപോയതു വെടിനിർത്തൽ ഫലപ്രദമായി എന്നു കാണിക്കുന്നു. ഇന്ന് ഇരുരാജ്യങ്ങളുടെയും മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽമാർ പരസ്പരം സംസാരിക്കുന്നുണ്ട്. അടുത്ത നീക്കം എന്താകുമെന്ന് അതിനുശേഷം അറിയാം. ചൈനയുമായുള്ള ധാരണയുടെ വിശദാംശങ്ങൾ ഒന്നും പുറത്തുവിട്ടിട്ടില്ല. യുഎസിനുള്ള വ്യാപാര കമ്മി കുറയ്ക്കാൻ ധാരണ ഉണ്ടായി എന്നാണ് ചർച്ച നയിച്ച യു.എസ്. ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പറഞ്ഞത്. ഡെറിവേറ്റീവ് വിപണിയിൽ ഗിഫ്റ്റ് നിഫ്റ്റി വെള്ളിയാഴ്ച രാത്രി 24,087 ക്ലോസ് ചെയ്തു. ഇന്നു രാവിലെ 24,406 ഓപ്പൺ ചെയ്തിട്ട് 24,610 വരെ ഉയർന്നു. പിന്നീട് അല്പം താഴ്ന്നു. ഇന്നു വിപണി വലിയ നേട്ടത്തിൽ വ്യാപാരം തുടങ്ങുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. വിദേശ വിപണി. യൂറോപ്യൻ വിപണികൾ വെള്ളിയാഴ്ചയും ഉയർന്നു. ജർമ്മൻ സൂചിക ഡാക്സ് 23,499.3 എന്ന റെക്കോർഡ് നിലയിൽ ക്ലോസ് ചെയ്തു. യു.എസ്. ചൈന ചർച്ചയെപ്പറ്റിയുള്ള പ്രതീക്ഷ ഓഹരികളെ ഉയർത്തി. യു.എസ്. ചൈന ചർച്ചയെപ്പറ്റിയുള്ള പ്രതീക്ഷയോടെ ഉയർന്നു വ്യാപാരം തുടങ്ങിയ ശേഷം വെള്ളിയാഴ്ച യുഎസ് വിപണികൾ അല്പം താഴ്ചയിലേക്കു മാറി. വെള്ളിയാഴ്ച ഡൗ ജോൺസ് സൂചിക 119.07 പോയിന്റ് 0.29% താഴ്ന്നു 41,249.38 ക്ലോസ് ചെയ്തു. S&P 500 സൂചിക 4.03 പോയിന്റ് 0.07% കുറഞ്ഞ് 5,659.91 അവസാനിച്ചു. നാസ്ഡാക്ക് 0.78 പോയിന്റ് 0% കയറി 17,928.92 യു.എസ്. ചൈന ധാരണ എന്ന വാർത്തയെ തുടർന്നു യു.എസ്. ഫ്യൂച്ചേഴ്സ് ഇന്നു രാവിലെ മികച്ച കുതിപ്പിലാണ്. ഡൗ 1.11 S&P 1.44 നാസ്ഡാക്ക് 1.96% ഉയർന്നു നിൽക്കുന്നു. ഏഷ്യൻ വിപണികൾ ഇന്നു കയറ്റത്തിലാണ്. ജപ്പാനിൽ നിക്കൈ സൂചിക 0.35% ഉയർന്നു. ഹോങ്കോങ്, ഷാങ്ഹായ് സൂചികകൾ കയറി. ഇന്ത്യൻ വിപണി ഇടിവിൽ. അതിർത്തി സംഘർഷം രൂക്ഷമായി നിന്ന വെള്ളിയാഴ്ച ഇന്ത്യൻ വിപണി ഗണ്യമായ നഷ്ടത്തിൽ അവസാനിച്ചു. വിദേശ നിക്ഷേപകരും വിൽപ്പനക്കാരായതു വിപണിയിൽ സംഭ്രാന്തി ഉണ്ടാക്കി. നിഫ്റ്റി 23,935 വരെ താഴുകയും 24,164 വരെ ഉയരുകയും ചെയ്തു. മിഡ് ക്യാബ് 100 സൂചിക ചാഞ്ചാട്ടത്തിനുശേഷം നാമമാത്ര നഷ്ടത്തിൽ അവസാനിച്ചു. സ്മോൾ ക്യാബ് 100 സൂചിക കുറേക്കൂടി നഷ്ടത്തിലായി. വെള്ളിയാഴ്ച നിഫ്റ്റി 265.80 പോയിന്റ് 1.10% താഴ്ന്ന് 24,008.00 ക്ലോസ് ചെയ്തു. സെൻസെക്സ് 880.34 പോയിന്റ് 1.10% നഷ്ടത്തിൽ 79,454.47 വ്യാപാരം അവസാനിപ്പിച്ചു. ബാങ്ക് നിഫ്റ്റി 24,770.40 പോയിന്റ് 1.42% ഇടിഞ്ഞ് 53,595.25 അവസാനിച്ചു. മിഡ് ക്യാബ് 100 സൂചിക 5.95 പോയിന്റ് 0.01% കുറഞ്ഞ് 53,223.35 സ്മോൾ ക്യാബ് 100 സൂചിക 98.10 പോയിന്റ് 0.61% താഴ്ന്ന് 16,085.65 ക്ലോസ് ചെയ്തു. വിശാല വിപണിയിലെ കയറ്റ ഇറക്ക അനുപാതം ഇറക്കത്തിന് അനുകൂലമായി മാറി. ബിഎസ്ഇയിൽ 1,222 ഓഹരികൾ ഉയർന്നപ്പോൾ 2,656 ഓഹരികൾ ഇടിഞ്ഞു. എൻഎസ്ഇയിൽ ഉയർന്നത് 1,065 എണ്ണം, താഴ്ന്നത് 1,738 ഓഹരികൾ. എൻഎസ്ഇയിൽ 16 ഓഹരികൾ 52 ആഴ്ചയിലെ ഉയർന്ന വിലയിലെത്തിയപ്പോൾ താഴ്ന്ന വിലയിലെത്തിയത് 113 എണ്ണമാണ്. 28 ഓഹരികൾ അപ്പർ സർക്യൂട്ടിൽ എത്തിയപ്പോൾ 110 എണ്ണം ലോവർ സർക്യൂട്ടിലെത്തി. വിദേശ നിക്ഷേപകർ വെള്ളിയാഴ്ച ക്യാഷ് വിപണിയിൽ 3,798.71 കായടി രൂപയുടെ അറ്റ വിൽപ്പന നടത്തി. സ്വദേശി ഫണ്ടുകൾ 7,277.74 കോടി രൂപയുടെ ഓഹരികൾ വാങ്ങി. നിഫ്റ്റി 24,200 പിന്തുണ തകർത്തു താഴോട്ടു പോയിട്ട് തിരിച്ചുകയറിയാണു വെള്ളിയാഴ്ചയും വ്യാപാരം അവസാനിപ്പിച്ചത്. ഇന്നു നിഫ്റ്റിക്ക് 23,950 23,890 പിന്തുണയാകും. 24,120 24,180 തടസ്സമുണ്ടാകാം. സ്വർണം താഴ്ചയിൽ. യു.എസ്. ചൈന വ്യാപാര ധാരണയ്ക്കു സാധ്യത തെളിയുന്നതായ റിപ്പോർട്ടുകൾ വാരാന്ത്യത്തിൽ സ്വർണത്തെ താഴ്ത്തി. ഔൺസിന് 3,326 വാരാന്ത്യത്തിലേക്കു കടന്ന സ്വർണം ഞായറാഴ്ച വൈകുന്നേരം 1.5% ഇടിഞ്ഞ് $3,280 താഴ്ന്നു. ഇന്നു രാവിലെ $3,270 നീങ്ങി. ഇനിയും താഴാം. കേരളത്തിൽ 2 ദിവസം കൊണ്ട് പവന് 680 രൂപ കുറഞ്ഞ് 72,360 രൂപയായി. ഇന്നും വില കുറയാം. വെള്ളിവില ഔൺസിന് $32.56 താഴ്ന്നു. വെള്ളിയാഴ്ച ചെമ്പുവില 0.78% കയറി ടണ്ണിന് 9,485.05 അലൂമിനിയം വില 0.27% താഴ്ന്നു ടണ്ണിന് $2,406.32.
മറ്റു വ്യാവസായിക ലോഹങ്ങൾ ഉയർന്നു. ടിൻ 0.08 ലെഡ് 3.48 നിക്കൽ 0.52 സിങ്ക് 2.30 കയറി. രാജ്യാന്തര വിപണിയിൽ റബ്ബർ വില 0.58 കുറഞ്ഞു, കിലോഗ്രാമിന് 171.30 സെന്റിലെത്തി. കൊക്കോ 0.60 ഉയർന്ന് 9184.50 കാപ്പി 0.88 താഴ്ന്നു. പാമോയിൽ വില 0.37 കൂടി. ഡോളർ ഉയരുന്നു, രൂപ ഇടിയുന്നു. ഡോളർ സൂചിക വെള്ളിയാഴ്ചയും 100 മുകളിൽ നിന്നു. സൂചിക 100.34 ക്ലോസ് ചെയ്തു. ഇന്നു രാവിലെ 100.65 യൂറോ ഇന്ന് 1.123 താഴ്ന്നു. ഒരു പൗണ്ട് 328 പെനി ഡോളറിലേക്ക് താഴ്ന്നപ്പോൾ ജാപ്പനീസ് yen ഡോളറിന് 146.12 yen എന്ന നിരക്കിലേക്ക് താഴ്ന്നു. US കടപ്പത്രവില വീണ്ടും താഴ്ന്നു. 10 വർഷ കടപ്പത്രങ്ങളിലെ നിക്ഷേപനേട്ടം 4.41% കയറി. രൂപ വെള്ളിയാഴ്ച നേട്ടമുണ്ടാക്കി. $34 താഴ്ന്ന് 85.37 ക്ലോസ് ചെയ്തു. ഇന്ത്യ പാക് സംഘർഷം അയഞ്ഞതും US ചൈന ധാരണയും ഇന്നു രൂപയെ ഉയർത്തുമെന്നാണ് സൂചന. ചൈനയുടെ കറൻസി ഒരു ഡോളറിന് 7.24 യുവാൻ എന്ന നിലയിലേക്കു താഴ്ന്നു. ക്രൂഡ് ഓയിൽ കയറുന്നു. US ചൈന ചർച്ച വ്യാപാരയുദ്ധത്തിന്റെ അവസാനത്തിനു വഴി തെളിക്കും എന്ന പ്രതീക്ഷയിൽ ക്രൂഡ് ഓയിൽ വിപണി വീണ്ടും ഉയർന്നു. ബ്രാൻഡ് ഇനം വാരാന്ത്യത്തിൽ 2.5% കയറി ഭാരലിന് $64.23 WTI ഇനം $61.35 ഇന്നു രാവിലെ ബ്രാൻഡ് 64.03 WTI 61.15 മർബൻ ക്രൂഡ് $64.56